Everybody please fasten your seatbelt. This is emergency. Please fasten your seatbelt. Nobody should get up. Fasten your seatbelt. നമസ്കാരം. എയർ ഇന്ത്യ വീണ്ടും വിവാദങ്ങളിൽ. ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന എയർ ഇന്ത്യ വിമാനം ഏതാണ്ട് 300 അടിയോളം താഴേക്ക് പതിച്ച് 17 യാത്രക്കാർക്ക് പരിക്കുകളേൽക്കുകയും 145 ആളുകൾ കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്തു. ഇത് ചക്രവാക ചുഴിയോ ടെക്നിക്കൽ ഇഷ്യൂസോ, പൈലറ്റ് കോക്പിറ്റിൽ ഇല്ലായിരുന്നു, അതോ പൈലറ്റ് ലഹരി ഉപയോഗിച്ചിരുന്നു? ഓഗസ്റ്റ് 4 ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ A320 നിയോ വിമാനം ഒഡീസയ്ക്ക് മുകളിൽ വെച്ച് 36,000 അടി ഹൈറ്റിൽ ഏതാണ്ട് 300 അടിയോളം താഴേക്ക് പതിച്ചു. 13 യാത്രക്കാർക്കും 4 ക്യാബിൻ ക്രൂവിനും സാരമായ പരിക്കുകളേറ്റു. സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല എന്ന് കരുതപ്പെടുന്ന ആളുകൾ സീറ്റ് ബെൽറ്റിൽ നിന്നും തെറിച്ച് സീലിംഗിൽ തലയിടിച്ച് പരിക്കേൽക്കുകയും സീലിംഗിലെ പാനലുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. എയർ ടർബുലൻസ് ആകാം ഒരു കാരണമെന്ന് കരുതിയിരുന്നെങ്കിലും അധികാരികൾ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തായ് എയർവേസിൻ്റെ ഒരു എയർബസ് A350 വിമാനം മ്യൂണിക്കിൽ നിന്നും ബാങ്കോക്കിലേക്ക് വരികയായിരുന്നു. ഏതാണ്ട് ഇതേ ഏരിയയിൽ വന്നപ്പോൾ വിമാനം ചക്രവാക ചുഴിയിൽപ്പെടുകയും 4 യാത്രക്കാർക്ക് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് സംഭവിക്കുകയും ഒരാൾക്ക് നിസ്സാരമായ പരിക്കുകളോടും കൂടി രക്ഷപ്പെടുകയും ഉണ്ടായി. എന്നാൽ ഈ കാലാവസ്ഥ ഈ സമയത്ത് സാധാരണയായിട്ട് ബേ ഓഫ് ബംഗാളിന് മുകളിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസം മാത്രമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എയർബസ് A320 വിമാനത്തിൽ ട്രിപ്പിൾ ഹൈഡ്രോളിക് സിസ്റ്റമാണ് ഉള്ളത്. ഈ ട്രിപ്പിൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ് പ്രധാനമായ കാരണം എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലിരിക്കുന്ന എയർബസ് 320 വിമാനങ്ങൾക്ക് ഇതുവരെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ ട്രിപ്പിൾ ഹൈഡ്രോളിക് സിസ്റ്റം ഫെയിലിയർ ഉണ്ടായ സമയത്ത് വിമാനത്തിൻ്റെ ഓട്ടോ പൈലറ്റ് ഡിസ്കണക്റ്റ് ആവുകയും വിമാനം 300 അടി താഴേക്ക് പതിക്കുകയും ചെയ്തു. എന്നാൽ പൈലറ്റ് വിമാനത്തെ കൺട്രോൾ ചെയ്ത് തിരിച്ച് സാധാരണഗതിയിൽ കൊണ്ടുവന്ന് ഫ്ലൈറ്റ് കണ്ടിന്യൂ ചെയ്തു എന്നാണ് അറിയപ്പെടുന്നത്. ഹൈഡ്രോളിക് സിസ്റ്റം പൂർണ്ണമായും പ്രവർത്തനരഹിതമായ സാഹചര്യത്തിൽ വിമാനത്തെ നിയന്ത്രിക്കാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ സാധാരണഗതിയിൽ പൈലറ്റ് മേഡേ ഡിക്ലെയർ ചെയ്ത് ഏറ്റവും അടുത്ത വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതൊരു ട്രാൻസിയൻറ്റ് ഫോൾട്ട് ആയിരുന്നെന്നും 6 സെക്കൻഡുകൾക്കകം റിക്കവർ ചെയ്തു എന്നുമാണ് അറിയുന്നത്. ഈ വിമാനത്തിൽ ഇതേ സമയം ഏതാണ്ട് 13 ഡിഫക്റ്റുകൾ ഉണ്ടായിരുന്നു എന്ന് പൈലറ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. പൈലറ്റ് യാത്രയ്ക്ക് ശേഷമുള്ള ഉത്തേജക മരുന്ന് പരിശോധനയിൽ ഫലം നെഗറ്റീവ് ആയിരുന്നില്ല. രണ്ടാമത്തെ യൂറിൻ ടെസ്റ്റും പോസിറ്റീവായിരുന്നു. എന്നാൽ ഈ സംഭവത്തെ എത്രമാത്രം ബാധിച്ചു എന്നുള്ളത് തെളിയിക്കാനായിട്ടില്ല. ചിലപ്പോഴെങ്കിലും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ കഴിച്ചാൽ മൂത്രപരിശോധനയിൽ നാർക്കോട്ടിക് സബ്സ്റ്റൻസിൻ്റെ സാന്നിധ്യം നെഗറ്റീവ് ആയിരിക്കണമെന്നില്ല. സാധാരണഗതിയിൽ പൈലറ്റുമാരുടെ നാർക്കോട്ടിക് ടെസ്റ്റ് ഏതെങ്കിലും സംശയം ഉളവാക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു റാൻഡം ചെക്ക് മാത്രമായിട്ടാണ് നടത്താറുള്ളത്. ഓരോ വിമാനയാത്രയ്ക്ക് മുമ്പും പൈലറ്റുമാരുടെ ബ്രത്ത് അനലൈസർ ടെസ്റ്റ് ക്യാമറയ്ക്ക് മുമ്പിൽ നടത്താറുണ്ട്. എന്നാൽ വെളിയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ഇന്ത്യൻ പൈലറ്റുമാരുടെ ബ്രത്ത് അനലൈസർ ടെസ്റ്റ് അവർ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യയിൽ എയർപോർട്ടിൽ വെച്ച് തന്നെയാണ് നടത്താറുള്ളത്. സംഭവം നടന്ന സമയത്ത് പൈലറ്റ് വിമാനത്തിൻ്റെ പിൻഭാഗത്തായിരുന്നുവെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇത് തികച്ചും തെറ്റായ ഒരു റിപ്പോർട്ടിംഗ് ആണ്. കാരണം വിമാനത്തിനുള്ളിലെ ഒരു വിഷ്വൽസിലും പൈലറ്റിൻ്റെ ഫോട്ടോഗ്രാഫുകൾ വന്നിട്ടില്ല. മാത്രമല്ല, കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൻ്റെ അനുസരിച്ച് പൈലറ്റ് ആ സമയത്ത് കോക്പിറ്റിൽ ഫസ്റ്റ് ഓഫീസറിൻ്റെ സീറ്റിന് പിന്നിൽ നിന്ന് എയർ കണ്ടീഷൻ സിസ്റ്റത്തിലുള്ള ചില പ്രശ്നങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുപോലെയുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്തി മാധ്യമങ്ങൾ എന്താണ് നേടാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എയർ ഇന്ത്യയുടെ പൈലറ്റുമാരെ സസ്പെൻഡ് ചെയ്തു എന്ന് ചില റിപ്പോർട്ടുകൾ കണ്ടു. ഇത് തെറ്റായ റിപ്പോർട്ടുകളാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിയുമ്പോൾ പൈലറ്റുമാരെ ഡീറോസ്റ്റർ ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണമായ പ്രക്രിയ മാത്രമാണ്. ഇത് ഒരു ഡിസിപ്ലിനറി ആക്ഷൻ അല്ല.
പൈലറ്റുമാരുടെ യൂറിൻ ടെസ്റ്റിൽ ഏതെങ്കിലും ഒരു നർക്കോട്ടിക് സബ്സ്റ്റൻസിൻ്റെ സാന്നിധ്യം കണ്ടാൽ അത് ഒരു ഡിസിപ്ലിനറി ആക്ഷന് കാരണമല്ല. എന്നാൽ മരിജുവാന പോലെയുള്ള സീരിയസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളുടെ സാന്നിധ്യം കണ്ടാൽ ഒരുപക്ഷെ ഡിസ്മിസൽ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സീരിയസ് ഇൻസിഡൻ്റ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്ന ഈ സംഭവത്തിൽ എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഇൻവെസ്റ്റിഗേഷൻ DGCA അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഫ്രഞ്ച് റെഗുലേറ്റേഴ്സും മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള എയർബസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. DGCA എയർ ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറെ വിളിച്ചു വരുത്തി എക്സ്പ്ലനേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഫൈനൽ റിപ്പോർട്ട് വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. അതുവരെ അഭ്യൂഹങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം.